ഇന്ന് നമുക്ക് 4 മണിക്ക് കാപ്പിയുടെയും ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഉള്ളിവട ഉണ്ടാക്കിയാലോ? 5 സവാള ഞാൻ എടുത്തിട്ടുണ്ടേ. അത് പറ്റുന്നത്ര കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം. അതിലേക്ക് എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് കൈയും കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണേ. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം. 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഈ വെള്ളം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞ് മാറ്റാം. എന്നിട്ട് ആ വെള്ളം കളഞ്ഞ് പാത്രത്തിലേക്ക് വീണ്ടും ഞാൻ ഈ സവാള പിഴിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് പെരുംജീരകം, 3 ടേബിൾ സ്പൂൺ കടലമാവും, 3 ടേബിൾ സ്പൂൺ മൈദയും, 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട, സവാളയുടെ വെള്ളം കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് പാം ഓയിലാണ് ഞാൻ എടുത്തത്, അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ടേ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനം ഇല്ലാതെ ചെറിയ കനത്തിലൊന്ന് പരത്തി കൈയും കൊണ്ട് പരത്തി കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. എണ്ണയുടെ ചൂട് എപ്പോഴും ലോ ടു മീഡിയമിൽ വെച്ചിട്ട് വേണേൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, നല്ല രുചിയുള്ള ഉള്ളിവട റെഡി. പിന്നെ ഉള്ളിവട വേവാൻ വേണ്ടിയിട്ട് അടുപ്പേ വെച്ചിട്ട് ടി വിയിൽ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അത് ഇതുപോലെ എനിക്ക് പറ്റിയ പോലെ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്ന് കരിഞ്ഞു പോയെന്നിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കാണാം. ടാറ്റാ.